ഇതെങ്ങോട്ട് പോണേന്നല്ലേ? വേറെങ്ങോട്ടല്ല, ഹോസ്പിറ്റൽ വരെ പോയതാണ്. എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല. അതാ ഇവിടെ ഒരാളിരിപ്പുണ്ട്, ആൾക്ക് വേണ്ടിയിട്ടാണ്. സ്നോബലാണ് കേട്ടോ. അപ്പോൾ ഇവളെ മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവളല്ല, ഇവനാണ്. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു തലവേദന പോലെ സ്നോബൽ ഇങ്ങനെ തല ഇങ്ങനെ വെച്ച് നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയേക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. നമ്മുടെ നേരത്തെ ഒരു ലൂണയ്ക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തത്. എൻ്റെ മടിയിൽ അത്രയും നേരം ഇരുന്ന ആൾ ഇറങ്ങിപ്പോയിട്ടോ. അങ്ങനെയാണ് സീറ്റിന് അടിയിലോട്ട് പോയിരുന്നത്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നടക്കുമായിരുന്നു. ഇതാ മരുന്നൊക്കെ കാണിച്ചതാണ് കേട്ടോ. ഞാൻ വീട്ടിലിരുന്ന സമയത്ത്, വണ്ടിയിലിരുന്ന സമയത്താണെങ്കിൽ ഭയങ്കര കരച്ചിലുമായിരുന്നു. ഇപ്പം രണ്ടാമത്തെ തവണയാണ് അവളെ കാറിൽ കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും കൊള്ളാം. ഇപ്പം മരുന്ന് കൊടുക്കുകയാണ്. ഈ മരുന്ന് അവർക്ക് എന്തിനുള്ളതായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ മേത്ത് തന്നെ കുറേ ബാക്ടീരിയസ് കാണില്ലേ, അപ്പോൾ അതൊക്കെ അവരുടെ ഹെൽത്തിനെ ബാധിക്കും. സോ നമ്മളത് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ്. അത് 4 പേർക്കും ഉണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടി ഡോക്ടർ തന്നതാണ്. അപ്പം ഫസ്റ്റ് സ്നോബലിൻ്റെ റിയാക്ഷൻ ആയിരുന്നു, അടുത്ത സിംബയുടെയാണ്. ഇവരുടെ രണ്ടുപേരുടെയും നല്ല റിയാക്ഷൻ ആയതുകൊണ്ട് ബാക്കി 2 പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ വീഡിയോസൊക്കെ എടുത്തിടാം. സിംബയുടെ റിയാക്ഷൻ കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് സപ്പോർട്ടാക്കണേ. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.